മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന മഹായുതി സഖ്യം വിജയിച്ചത് തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുമെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. എക്സിറ്റ് പോളുകൾ 180 സീറ്റ് പ്രവചിച്ചെടുത്ത് മഹായുതി സഖ്യം 235 സീറ്റുകളാണ് നേടിയത്. ഇത് മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി സ്റ്റേബിൾ ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വെള്ളിയാഴ്ച തന്നെ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലെ പല ഷോർട്ട് പൊസിഷൻസും കവർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 2% ഉയരുകയും 23,200 നിന്നും മാർക്കറ്റ് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ഇനി ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,030 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. 24,050 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ വരും സമയങ്ങളിൽ 24,500 ഈവൻ 25,000 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അർബൻ ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഗുണകരമാകും. പ്രത്യേകിച്ചും BJPയുടെ സെൻട്രൽ പോളിസിയുമായി ഇൻലൈൻ ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ബൂസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വളരെ അത്യാവശ്യമാണ്. ഇനി മഹാരാഷ്ട്രയിൽ BJP ജയിച്ചതുകൊണ്ട് മാത്രം തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വരണമെന്നില്ല. ഗ്ലോബൽ ഇമ്പാക്റ്റുകളും അല്ലെങ്കിൽ ഗ്ലോബൽ ഫാക്ടറുകളും ഇതിലേക്ക് ഇമ്പാക്റ്റ് ചെലുത്തിയേക്കാം. പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയും ക്രൂഡിൻ്റെ വില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബോണ്ട് ഈൽഡ് ഉയരുകയാണ്. US ഡോളറിൻ്റെ സ്ട്രെങ്തും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നു. ഒക്ടോബർ മാസത്തിൽ മാത്രം 1.55 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗാണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. നവംബർ മാസത്തിലും FPIs സെല്ലിംഗ് സൈഡിലാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഇൻറ്റൻസിറ്റി കുറയുന്നത് മാർക്കറ്റിൽ ആശ്വാസകരമായ ഒരു അപ്ഡേറ്റാണ്. ഇനി മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ, ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. മീഡിയം ടു ലോങ് ടൈം പെർസ്പെക്റ്റീവ് RVNL, IRFC, റെയിൽടെൽ, ഇർക്കോൺ ഇൻ്റർനാഷണൽ, SBI, കാനറ ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാമെന്നും അനലിസ്റ്റുകൾ പറയുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിൽ മീഡിയം ആൻഡ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ L&T എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാനാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത്. ലോക്സഭാ ഇലക്ഷന് ശേഷം ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് ഡിഫെൻസീവ് ആവുകയും FMCG, ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. എന്നാൽ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് ഇവിടെ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ മാർക്കറ്റിലേക്ക് അഗ്രസീവ് ആക്കുമെന്നും റെയിൽ, ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ഡിഫെൻസീവിൽ നിന്നും അഗ്രസീവിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെയും ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെയും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ BJP ജയിച്ചത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിലും ഒരു റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അദാനി പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം മഹാരാഷ്ട്രയിൽ പവർ ഡിസ്ട്രിബ്യൂഷനിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കമ്പനിയാണ് അദാനി പവർ എന്ന കമ്പനി. BJP ഗവൺമെൻറ് വിജയിച്ചതോടുകൂടി അദാനി പവർ എന്ന കമ്പനിയും ഔട്ട് പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ അദാനി പവർ എന്ന സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് 200 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ കോർപ്പറേറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കൺസേൺ ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ വളരെയധികം വോളറ്റൈൽ ആകാനും ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റിംഗ് സെൻറ്റിമെൻറ്റ് പലപ്പോഴും മോശമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെ വളരെ കോഷ്യസോടുകൂടി മാത്രം അപ്രോച്ച് ചെയ്യുക. നവി മുംബൈ എയർപോർട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും BJP മഹാരാഷ്ട്ര ഇലക്ഷൻ ജയിച്ച സാഹചര്യത്തിൽ. ഇനി അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു കാറ്റഗറി റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളാണ്. മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ഗവൺമെൻറ് റെയിൽ ക്യാപെക്സിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മുമ്പ് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ RVNL, റെയിൽ പ്രോജക്റ്റുകൾക്ക് ഫിനാൻസ് നൽകുന്ന IRFC തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം.
RVNL ഓൾ ടൈം ഹൈയിൽ നിന്നും 200 രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ടിൽ 420 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് ഏകദേശം സപ്പോർട്ട് പ്രൈസിലാണ്. 400 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായും പ്രവർത്തിക്കും. ക്യാപെക്സുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് വരുന്നതോടുകൂടി RVNL പോലുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പല റെയിൽവേ പ്രൊജക്റ്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകുന്ന കമ്പനിയായതുകൊണ്ട് റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വരുമ്പോൾ IRFCയും പെർഫോം ചെയ്തു തുടങ്ങും. IRFC 142 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 135 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.